ഒരു 50 വയസ്സിന് ശേഷമേ കോംപ്ലിക്കേഷൻസ് വരാറുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് 24 വയസ്സുള്ള കുട്ടികൾക്ക് ലിവർ പോയിട്ട് വരുന്നു. ആ ഫുഡ് കാറ്റഗറിയിലേ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയത്തില്ല ബേക്ക്ഡ് ഫുഡ്സ്. അപ്പോൾ ഫ്രഷ് ഫുഡാണ് ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രഷ് ഫുഡ് എന്ന് പറയുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ പൊറോട്ട അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുകയും അതേപോലെ പാൻക്രിയാസിനെ നശിപ്പിക്കുകയൊക്കെ ചെയ്യും. ഈ കോശങ്ങളിലുള്ള സിഗ്നൽസിന് കൺഫ്യൂഷൻ ഉണ്ട്. നമുക്കൊരു ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. ഇത് തകരാറില്ല. സകലമാനം അസുഖങ്ങളും വരുന്നത് ഇത് ഡയബറ്റീസ് മാത്രമല്ല, അല്ലാത്ത ഈ സ്ട്രോക്ക് ഇത് കഴിക്കേണ്ട രാജ്യക്കാർ കഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ കഴിച്ചിരുന്ന അപ്പം അവരുടെ ജനറ്റിക് പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പെട്ടെന്ന് ഈ ചേഞ്ച് വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യത്തില്ല. 3 മാസം കൊണ്ട് ഇവരുടെ ഡയബറ്റീസ് വർക്ക് 10 വർഷത്തിന് താഴെയുള്ള എല്ലാവർക്കും തന്നെ 100 പേര് വന്നാൽ 100 പേർക്ക് മാറുന്നു. മരുന്ന് ഇൻസുലിനൊക്കെ എടുക്കുന്നവരാണ് ഇവിടെ വരുന്നത്. ഒരു ഡെയിലി ഒരു 10-70 യൂണിറ്റ് ഇൻസുലിനൊക്കെ എടുക്കുക, ദിവസം 28 ഗുളിക വരെ കഴിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവർക്കൊക്കെ പൂർണ്ണമായിട്ട് മാറ്റം. സാറേ, ഈ ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു 10 കൊല്ലത്തോളം ഏകദേശമായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ, ആളുകളുടെ കഥകളും മറ്റു കാര്യങ്ങളൊക്കെ സാറിന് അറിയായിരിക്കും. എത്ര നാൾ കൊണ്ട് നമുക്ക് ഈ ഡയബറ്റിക്സ് ഈ ഒരു പ്രോഗ്രാമിൽ ചേർന്ന് കഴിഞ്ഞാൽ മാറ്റാൻ കഴിയും? അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്ത് 10 കൊല്ലത്തിന് ഇപ്പുറം വരികയാണെങ്കിൽ നമുക്കൊരു 1 കൊല്ലം കൊണ്ട് ഡയബറ്റീസ് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അത് 10 കൊല്ലം കൊണ്ട് കണ്ടെത്തുന്ന ഡയബറ്റിക്സ്? 10 കൊല്ലത്തിനകം കണ്ടെത്തിയ ഡയബറ്റീസ്. 15 കൊല്ലം 20 കൊല്ലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പ്രയാസമാണ്. പക്ഷേ അവരുടെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ പറ്റും. കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ അവർക്ക് 10 കൊല്ലം 20 കൊല്ലം ആകുമ്പോൾ ഡെഫിനറ്റ്ലി ലിവറിനെയൊക്കെ ബാധിക്കും. ഫാറ്റി ലിവർ നമുക്ക് കുറയ്ക്കാം. പിന്നെ കാലിനെ ബാധിക്കും. അപ്പോൾ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും. അപ്പോൾ അത് നമുക്ക് വീണ്ടും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇന്നത്തെ കാലത്ത് 10 കൊല്ലം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നായിരിക്കും അവരുടെ കാല് മുറിച്ച് കളയുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. അതൊക്കെ എന്തുകൊണ്ടായിരിക്കും? കാരണം ഞാൻ കണ്ടുവരുന്നത്, അതായത് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 50 വയസ്സിന് ശേഷമേ കോംപ്ലിക്കേഷൻസ് വരാറുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് 24 വയസ്സുള്ള കുട്ടികൾക്ക് ലിവർ പോയിട്ട് വരുന്നുണ്ട്. 24 വയസ്സ് ലിവർ 3rd സ്റ്റേജ് ഫാറ്റി ലിവർ. ലിവർ എൻസൈംസ് ഒക്കെ അങ്ങ് കൊടുമുടി കണക്ക് നിൽക്കും. ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേജിൽ വരുന്നുണ്ട്. വൃക്കയെ ബാധിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികൾ 27 വയസ്സെന്നൊക്കെ പറഞ്ഞിട്ട് ലിവർ ഹാർട്ടിനെ ബാധിച്ചിട്ട് ഹാർട്ട് ബ്ലോക്ക് വരുന്നുണ്ട്. ഡയബറ്റീസ് കോംപ്ലിക്കേഷനാണ്. 35 വയസ്സുള്ള ഒരുപാട് പേരുണ്ട് സ്റ്റെൻറ്റ് ഇട്ടവർ, ഡയബറ്റീസ് ഉള്ളവർ. അപ്പോൾ ഇപ്പോഴും യങ്സ്റ്റേഴ്സിന് പെട്ടെന്നാണ് ഈ കോംപ്ലിക്കേഷൻസ് ബാധിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ജീവിതശൈലിയിലുള്ള ആ മാറ്റം തന്നെയാണ്. കാരണം കുറച്ചും കൂടി അവരുടെ ലൈഫ് സ്ട്രെസ്ഡായി. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നില്ല. ഇപ്പം മുത്തശ്ശിമാരുടെ ഒന്നും ടിപ്സ് കിട്ടുന്നില്ല. പിന്നെ പേരൻസിൻ്റെ തന്നെ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവർ റിസോർട്ട് ടു സ്വിഗ്ഗി ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡ് ഒരു ഇതിലേക്ക് അവർ ടേൺ ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പല കുട്ടികളും ഇവർ ഈ ഇങ്ങനെ ഒരു എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിച്ച് 2nd ഇയർ 3rd ഇയർ അല്ലെങ്കിൽ ഫൈനൽ ഇയർ ഒക്കെ ആവുന്ന കുട്ടികളാണ് ഈ വരുന്നത്. ഇവർ ഇപ്പോൾ ചെന്നൈയിലോ അല്ലെങ്കിൽ മാംഗ്ലൂരോ ഒക്കെ പോയി പഠിച്ചിട്ട് ഇവർ ഹോസ്റ്റലിലുണ്ടാക്കുമെങ്കിലും ഇവർ ഈ ഫാസ്റ്റ് ഫുഡാണ് ഇവർ കഴിക്കും. ഹോസ്റ്റൽ ഫുഡ് അവർ കഴിക്കത്തില്ല. ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ഇവർക്ക് ഈ ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഡയബറ്റീസിൽ ഇവർ കാറുടെയും പാരൻസിന് ഡയബറ്റീസ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ രസം. ഈ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഫാസ്റ്റ് ഫുഡ് ഏതാണ്? ഈ എല്ലാ ഫാസ്റ്റ് ഫുഡും പ്രശ്നം തന്നെയാണ്. പ്രോസസ്ഡ് ഫുഡ് എല്ലാം പ്രശ്നമാണ്. നമ്മൾ ഫ്രഷായിട്ട് ഏറ്റവും ഫ്രഷായിട്ടുള്ള ഫുഡാണ് ബെസ്റ്റ് ഫുഡ്. എല്ലാ ഇപ്പോൾ ബേക്കറി ഐറ്റംസ് എന്ത് കഴിച്ചാലും അതിനെ ഫുഡായിട്ടേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ആ ഫുഡ് കാറ്റഗറിയിലേ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയത്തില്ല ബേക്ക്ഡ് ഫുഡ്സ്. അപ്പോൾ ഫ്രഷ് ഫുഡാണ് ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രഷ് ഫുഡ് എന്ന് പറയുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ പൊറോട്ട അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ കടകളിൽ ചെല്ലുമ്പോൾ ആ സമയത്ത് തന്നെ ആയിരിക്കും അത് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളതൊക്കെ ഫ്രഷ് ഫുഡിൻ്റെ അല്ല. ഈ ഫ്രഷ് ഫുഡെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ നമ്മൾ ഇതിനെ റിഫൈൻ ചെയ്യാത്ത ഫുഡ്. ഇപ്പം പൊറോട്ട എന്ന് പറയുന്നത് റിഫൈൻഡ് വീറ്റാണ്. വീറ്റിൽ നിന്ന് ഫൈബറൊക്കെ മാറ്റിയിട്ടുള്ള ഒരു സാധനം. പിന്നെ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ചില കെമിക്കൽസ് നമ്മുടെ ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇത് പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുകയും അതേപോലെ പാൻക്രിയാസിനെ നശിപ്പിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് മൈദ ഒഴിവാക്കണമെന്ന് എല്ലാവരുടെ അടുത്തും ഞാൻ പറയാറുള്ളത്. അപ്പോൾ അത് ഫ്രഷ് ഫുഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഫ്രഷായിട്ട് നമുക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അൺകുക്ക്ഡ് ഫുഡ്, ഇതൊക്കെ ഫ്രഷ് ഫുഡാണ്.
ഇപ്പൊ ഈ ദോശ, ഇഡലി, പുട്ട് അത്തരത്തിലുള്ള ഫുഡൊക്കെ ഏത് കാറ്റഗറിയിൽ വരും? അതൊക്കെ കുക്ക്ഡ് ഫുഡാണ്. കുക്ക്ഡ് ഫുഡ് പൂർണ്ണമായി ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അത് ഒരു പ്രൊപ്പോർഷനിൽ കഴിക്കണം, ഒരു ഹെൽത്തി പ്രൊപ്പോർഷനിൽ കഴിക്കണം. ഈ കുക്ക്ഡ് ഫുഡ് ഡയബറ്റീസ് ഉള്ളവരിൽ അത് ദഹിക്കണമെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം നമ്മൾ അൺകുക്ക്ഡ് ഫുഡും കൂടെ ഒരു പോർഷൻ കഴിച്ചാൽ മാത്രമേ അത് ദഹിക്കത്തുള്ളൂ. ഇപ്പോൾ കേരളം വിട്ടു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്കവാറും അവരുടെ ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിൽ അവർ സാലഡ്സ് കഴിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആണെങ്കിൽ അവർ ഫ്രൂട്ട് കഴിച്ചിരിക്കും. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ അവർ നിർബന്ധമായിട്ട് സാലഡ് കഴിച്ചിരിക്കും. പക്ഷെ കേരളത്തിൽ നമുക്ക് അങ്ങനെ ഒരു ശീലമില്ല. അതുകൊണ്ടാണ് ഈ ഡയബറ്റീസ് ഇത്രയും കേരളത്തിൽ കൂടാൻ കാര്യം. ഇപ്പോൾ ഇന്നത്തെ കാലത്തെ ഫുഡിൻ്റെ ഒരു സിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മന്തി അല്ലെങ്കിൽ അതേ കൂട്ട് അൽഫാം, ഷവായി അത്തരത്തിലുള്ള ഫുഡ്സാണ് കൂടുതൽ ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിസ്സ, ഷവർമ. അപ്പം ഇതൊക്കെ ഏത് ഫുഡിൻ്റെ കൂട്ടത്തിലാണ്? അതായത് ഈ ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അധികമായിട്ടുണ്ടാകുമോ? അതായത് നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡ്, അതായത് നമ്മുടെ ഒരു ജിയോഗ്രഫി ഉണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ തലമുറകളായിട്ട് നമ്മൾ കഴിച്ചു വന്ന ആഹാരത്തിൽ നിന്ന് വ്യത്യസ്തമായ ആഹാരം കഴിക്കുമ്പോൾ അത് നമ്മുടെ കോശങ്ങൾക്ക് അത് പരിചിതമല്ലാത്തതാണ്. അപ്പോൾ അത് ശരിയായ രീതിയിൽ മെറ്റബോളൈസ് ചെയ്യാനോ ഒന്നും സാധിക്കാതെ വരും. അപ്പം എന്ത് പറ്റും, ഈ കോശങ്ങളിലുള്ള സിഗ്നൽസിന് കൺഫ്യൂഷൻ വരും. സിഗ്നൽസിന് കൺഫ്യൂഷൻ വന്നിട്ട് നമുക്കൊരു ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്, ന്യൂറോണൽ ആക്സസ് ആണ്. ഇത് തകരാറിലാവുമ്പോഴാണ് സകലമാനം അസുഖങ്ങളും വരുന്നത്. അത് ഡയബറ്റീസ് മാത്രമല്ല, അല്ലാത്ത ഈ സ്ട്രോക്ക്, അതുപോലുള്ള ന്യൂറോണൽ ഡിസീസസ്, കൺവൾഷൻസ്, പിന്നെ അംനേഷ്യ, പിന്നെ ഇങ്ങനെയുള്ള പിന്നെ സൈക്കോളജിക്കൽ ഡിസീസസ്, പിന്നെ ഗട്ടിൻ്റെ തന്നെ പ്രോബ്ലംസ്, ക്രോൺസ് ഡിസീസ്, ഈ പിന്നെ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വരുന്ന കൊളോൺ ക്യാൻസർ, ഇങ്ങനെയുള്ള സകല രോഗങ്ങളും, ലീക്കി ഗട്ട് സിൻഡ്രോം, ഇങ്ങനെ പറയുന്ന എല്ലാ രോഗങ്ങളും ഇതുകൊണ്ടാണ് വരുന്നത്. ഇത് നല്ല ഫുഡ് അല്ലാത്തത് കൊണ്ടല്ല. ഇത് കഴിക്കേണ്ട രാജ്യക്കാർ കഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ കഴിച്ചിരുന്ന രീതി, അപ്പം അവരുടെ ജനറ്റിക് പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് ഈ ചേഞ്ച് വരുമ്പോഴത്തേക്കും അത് നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതാണ് ഈ ഇത്രയും ക്യാൻസർ കേരളത്തിൽ വരാൻ കാര്യം. സാർ, നമ്മൾ തിരിച്ച് പേഷ്യൻസിലേക്ക് വരികയാണെങ്കിൽ സാറ് പെട്ടെന്ന് മാറ്റി കൊടുത്ത, അത് ചെറിയ സമയം കൊണ്ട് മാറ്റി കൊടുത്ത ഏതെങ്കിലും പേഷ്യൻസ് ഉണ്ടോ? ഡയബറ്റിക്സ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊക്കെ മാറിയ ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ വെഞ്ഞാറമൂട് ക്ലിനിക്കിൽ അന്ന് വന്ന കല്ലറ സ്വദേശിയായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഡയബറ്റീസിന് കുറച്ച് മരുന്ന് കഴിക്കുമായിരുന്നു. പുള്ളി ഒരു വെൽഡിങ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ഡയബറ്റീസ് വന്നതിന് ശേഷം ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, കാരണം ഇച്ചിരി ഹെവി ഡ്യൂട്ടി വർക്കാണ്. അപ്പോൾ അങ്ങനെയാണ് പുള്ളി വന്നത്. കുറച്ച് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ വന്നതാണ്. പുള്ളി മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് BP അതൊക്കെ എല്ലാം ഉണ്ട്, എല്ലാ മരുന്നും ഉണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഈ പറഞ്ഞ ആഹാരക്രമങ്ങളും വ്യായാമങ്ങളും പിന്നെ ഇങ്ങനെയുള്ള നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു. 3 മാസം കൊണ്ട് പുള്ളിയുടെ ഡയബറ്റീസ് ഓക്കെ ആയി. പിന്നെ പുള്ളിക്ക് ഇന്നേ വരെ പുള്ളിയുടെ ഫാമിലി മെമ്പേഴ്സ് ഇപ്പോഴും പല കാര്യങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ പുള്ളിയും ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷെ പുള്ളിക്ക് പറയുന്നത് അന്ന് മാറിയതിന് ശേഷം ഡയബറ്റീസ് ഇതുവരെ പിന്നെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകൾ ഇങ്ങനെ റെഫർ ചെയ്തിട്ടായിരിക്കും കൂടുതലും വരുന്നത്. അതായത് അറിഞ്ഞ് ഇപ്പോൾ ഒരാളെ ചികിത്സിച്ച് ഭേദമാക്കുമ്പോൾ അതറിഞ്ഞ് പിന്നീട് അങ്ങനെയാണ് കൂടുതൽ ആളുകൾ വരുന്നതെന്ന് തോന്നുന്നു. മിക്കവാറും ഭൂരിഭാഗം അങ്ങനെയാണ്. കാരണം ഹിയർസേ ആണ്. കാരണം ഇപ്പോൾ ഒരാൾക്ക് മാറിക്കഴിഞ്ഞിട്ട് അയാളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ആയിരിക്കും പിന്നീട് വരുന്നത്. സാറിന് മാറ്റി കൊടുക്കാൻ കഴിയാതെ പോയ എത്തരത്തിലുള്ള ഡയബറ്റിക്സ് ഉണ്ടോ? നമ്മുടെ ഇവിടെ വന്നിട്ട് മാറ്റി കൊടുക്കാൻ കഴിയാത്ത ഡയബറ്റീസുകളുണ്ട്. അത് കൂടുതലും 10 വർഷത്തിനേക്കാളും കൂടുതൽ പഴകിയ ഡയബറ്റീസുകളാണ്. അത് മാറ്റാൻ പ്രയാസമാണ് എന്ന് വിചാരിച്ച് ചിലർക്ക് മാറുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അവർ വളരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നോക്കുകയും ഒക്കെ ചെയ്യുന്ന ചുരുക്കം ചിലർക്ക് ഈ 14 വർഷം ഒക്കെ പഴക്കമുള്ളത് മാറുന്നുണ്ട്. പക്ഷേ അതിന് ഏജ് ഇല്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് 65 വയസ്സുള്ളവർക്കും മാറുന്നുണ്ട്. അതേസമയം പിന്നെ ചിലർക്ക് മാറുന്നില്ല. ഇപ്പോൾ അവർക്ക് പ്രായം കുറവായിരിക്കും, പക്ഷേ 15 വർഷമോ 17 വർഷമൊക്കെ മരുന്ന് കഴിച്ചിട്ട് വരുന്നവർക്ക് മാറാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മാറാതിരിക്കുന്നുള്ളൂ.
അല്ലെങ്കിൽ അല്ലാത്തവർക്കെല്ലാം 10 വർഷത്തിന് താഴെയുള്ള എല്ലാവർക്കും തന്നെ 100 പേര് വന്നാൽ 100 പേർക്ക് മാറുന്നുണ്ട്. ഈ മരുന്ന് കഴിക്കുന്നവരെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും? പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. മരുന്ന് ഇൻസുലിനൊക്കെ എടുക്കുന്നവരാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഒരു ഡെയിലി ഒരു 10-70 യൂണിറ്റ് ഇൻസുലിനൊക്കെ എടുക്കുകയും ദിവസം 28 ഗുളിക വരെ കഴിക്കുന്ന ആൾക്കാർ ആണ് വരുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും.